കൊല്ലം ഏറ്റവും വലിയ അപ്ഡേഷൻ ആയിരുന്നു iOS 26 എന്ന് പറയുന്നത്. ആ ഒരു കാര്യം നമ്മുടെ ചാനലിൽ ഞാൻ സംസാരിച്ചായിരുന്നു, അതേപോലെ തന്നെ വന്നു. സോ ഇനി വരാൻ പോകുന്നത് ഈ ഒരു കൊല്ലത്തെ ഏറ്റവും വലിയ മാസീവ് ഹിറ്റ് ആവാൻ പോകുന്നത് iPhone 17 Air തന്നെയാണ്. സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് അതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം. ദിസ് ഇസ് ജെബിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക്ക. iPhone 17 Air, ഈ ഒരു പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എയർ, വിച്ച് മീൻസ് ആപ്പിളിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക സെല്ലിംഗ് പോയിന്റ് ആയിരുന്നു എയർ എന്ന് പറഞ്ഞ മോഡല്. മാക്ബുക്ക് എയർ എന്ന് പറഞ്ഞ മോഡല് സ്റ്റീവ് ജോബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എങ്ങനെ ഓർമ്മയുണ്ടോ? ഒരു സാധാ നമ്മുടെ എൻവലപ്പില്ലേ, പേപ്പർ എൻവലപ്പ്, ഈ പറഞ്ഞ പേപ്പർ എൻവലപ്പിൽ നിന്നാണ് മാക്ബുക്ക് പുറത്തേക്ക് എടുത്തത്. ആ മാർക്കറ്റിംഗ് ആലോചിച്ച് നോക്കുക, അത്രയും തിന്നാണെന്നാണ് പറഞ്ഞത്. പേഴ്സണലി ഇപ്പോൾ ഞാൻ M3 മാക്ബുക്ക് പ്രോ ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ പോലും എനിക്ക് M1 എയറിനോട് പ്രത്യേക സ്നേഹമുണ്ട്. കാരണം ഇറ്റ്സ് ലൈറ്റ്. അത് ഉപയോഗിച്ചവർക്കല്ല, അല്ലെങ്കിൽ ആ ഒരു എയർ എന്ന് പറഞ്ഞ സെക്ടർ അല്ലെങ്കിൽ എയർ എന്ന് പറഞ്ഞ ഫീച്ചേഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തവർക്ക് അറിയാം എത്രത്തോളം തിന്നാണ്, എത്രത്തോളം വെയിറ്റ് കുറവാണെന്ന്. ആ ഒരു കാറ്റഗറിയിലേക്ക് ഇനി ഐഫോൺ വരാൻ പോവാണ്. iPhone 17 Air. ഇറ്റ് വുഡ് ബി എ സ്റ്റണ്ണിങ് പ്രൊഡക്റ്റ് ഫോർ ഷുവർ. കാരണം iPhone 17 ലൈനപ്പിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിനാണ്. ഞാൻ ചോദിച്ച കുറച്ച് ക്രിയേറ്റേഴ്സ് വരെയും പറയുന്നത് 17 Pro എടുക്കില്ല, അതിന് വേണ്ടി 17 Air എടുക്കും എന്നാണ്. ഇവിടെ 17 Air നോക്കുമ്പോൾ 5.5 mm, ഏകദേശം ഇത്രയും 5.5 mm ഈ ഒരു തിക്നെസ്സിലായിരിക്കും 17 Air വരാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രയും തിൻ. ഇപ്പോൾ കുറേയധികം ഫോണുകൾ ഇപ്പോൾ ആ ഒരു എന്താ പറയുക സ്മോൾ ഫോം ഫാക്ടറിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും ആപ്പിളിൻ്റെ iPhone 17 Air മാസീവ് ഹിറ്റ് ആവാൻ പറയാൻ കാരണം കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താ പറയുക ഡിസഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രശ്നമാകും എന്ന് പറയുന്ന കുറച്ചധികം ഫാക്ടേഴ്സ് നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെ ക്യാമറ. നമുക്ക് സിംഗിൾ ക്യാമറ വരുന്നുള്ളൂ, ശരിയാണ്. നമുക്ക് 48 മെഗാ സിംഗിൾ ക്യാമറയാണ് ഈ ഒരു 2025 ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സാംസങ് ആയിക്കോട്ടെ, വിവോ ആയിക്കോട്ടെ, ഒപ്പോ ആയിക്കോട്ടെ, എല്ലാവരും 1, 2, 3, 4, 5 ക്യാമറ വെച്ചിട്ട് ഫോണിൽ ഇറക്കുമ്പോൾ ഒരു ക്യാമറ വെച്ചാണ് ആപ്പിൾ ഇപ്പോഴും ഫോൺ ഇറക്കുന്നത്, അതും 48 മെഗാ. ഈ പറയുന്ന ആ ഫോണിൽ വേറെ റൂമില്ല, ഒരു റിയൽ എസ്റ്റേറ്റ് ഇല്ല അതിൽ വെക്കാനായിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കും, എവിടെ കൊണ്ട് നോക്കും, താഴത്താ, പൊക്കത്താ, സൈഡിലാ. പക്ഷേ ഈ ഒരു ക്യാമറ ആണെങ്കിൽ പോലും ആ ഒരു ഫീച്ചർ, ആ ക്വാളിറ്റി സ്റ്റണ്ണിങ് ആയിരിക്കും. ഇപ്പോൾ കുറേ പേര് പറഞ്ഞു പറയും iPhone 16 ഒരു ക്യാമറ അല്ലേ ഉള്ളൂ, അതിനും 48 മെഗാ ഉണ്ട്, എന്താണ് തേങ്ങ, അല്ലെങ്കിൽ എന്താണ് കാണിച്ചിട്ടെന്ന്. ബ്രോ, അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. 17 Air ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലിനെക്കാട്ടും ആപ്പിൾ വെക്കാൻ പോകുന്നത് ഏറ്റവും വലിയൊരു സെല്ലിംഗ് പോയിന്റ് ആയിട്ടാണ് 17 ഫാമിലിയിൽ 17 Air ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ അതിലൊരു കോംപ്രമൈസ് ചെയ്യില്ല. ആ ഒരു 48 മെഗാ ക്യാമറ ആണെങ്കിൽ പോലും അതിൽ കൊണ്ടുവരാൻ പോകുന്ന ആ ഒരു ടെക്നോളജി ഏറ്റവും നല്ലൊരു പുതിയ ടെക്നോളജി തന്നെയായിരിക്കും. സോണിയുടെ ലെൻസാണ് കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് 2x ഈ പറഞ്ഞ മാക്രോ ഫോട്ടോഗ്രാഫി ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഏറ്റവും നല്ലൊരു ക്രോപ്പിംഗ് സിസ്റ്റവും ഡിജിറ്റൽ സൂമിങ് ആയിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ടെക്നിക്കൽ അഡ്വാൻറ്റേജ് ആണ് തരുന്നത്. ആ പറഞ്ഞ 48 മെഗാ കൊണ്ട് തന്നെ നല്ല സ്റ്റണ്ണിങ് ആ ഫോട്ടോസും വീഡിയോസും തരാനുള്ള കേപ്പബിലിറ്റി iPhone 17 Air ഉണ്ടാവും. വേറൊരു റൂമില്ല. നിങ്ങൾ പറ, വേറെ എവിടെ വെക്കും ക്യാമറ? അപ്പുറത്താ, അല്ലെങ്കിൽ ഇപ്പുറത്താ, അല്ലെങ്കിൽ രണ്ടെണ്ണം ഒരുമിച്ച് വെക്കുമോ? അങ്ങനെ വെക്കില്ല. അങ്ങനെ വെക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. കാരണം ഇത്രയും ചെറുതാക്കുമ്പോൾ ആ ഒരു ക്യാമറയുടെ കോമ്പൗണ്ട്സ് വെക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ലെൻസിൻ്റെ ബാക്കി കുറേ കാര്യങ്ങൾ വെക്കാനായിട്ട് സ്പേസ് വേണം. ആ സ്പേസ് അതിലില്ല. 5.5 mm എന്നാണ് നിങ്ങൾ സ്കെയിലിൽ നിന്ന് എടുത്തു നോക്കുക എന്തോരം ഉണ്ടെന്ന്. അത്രേ ഉള്ളൂ. ആ സാധനത്തിൽ അത്രയും ഒരു ക്യാമറ തന്നെ വെക്കുമ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇതേപോലെ വേറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് ബാറ്ററി എന്ന് പറയുന്നത്. ഈ ഒരു ബാറ്ററിയിൽ നമുക്ക് ഇത്രയും നാൾ ലിഥിയം അയൺ ബാറ്ററിയാണ് നമ്മളെല്ലാവരും യൂസ് ചെയ്തത്. പക്ഷേ ഇനി ഐഫോണിൽ, ബാക്കി കുറേ ഫോണിലൊക്കെ ഉണ്ടാവും, പക്ഷെ ഐഫോണിൽ ലിഥിയം അയണില്ല, ലിഥിയം സിൽക്കൺ ആയിരിക്കും കൊണ്ടുവരാമെന്ന്, അല്ലെങ്കിൽ സിൽക്കൺ ബേസ്ഡ് ആയിട്ട് ഒരു സംഭവമാണ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. എന്താണ് ഈ സംഭവം, അല്ലെങ്കിൽ എന്താണ് സിൽക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ബാറ്ററി എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുറച്ച് ഫിസിക്സ് പറയുകയാണെങ്കിൽ, ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ആനോഡും കാഥോഡും ഇല്ല നമ്മുടെ ബാറ്ററിയിൽ. ഈ പറഞ്ഞ ആനോഡും കാഥോഡുമാണ് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാനും അതേപോലെ ബൂസ്റ്റ് ചെയ്യാനും അതിന് ലൈഫ് സ്പാൻ എല്ലാം കണക്കൂട്ടുന്ന ഈ പറഞ്ഞ ആനോഡും കാഥോഡും അതും ഇതും കുറേ കാര്യങ്ങളൊക്കെ വെച്ചാണ്. ഇതിൻ്റെ
ആ ഒരു ഡീജനറേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു ആനോഡിനെങ്കിൽ അതുകൊണ്ട് കപ്പാസിറ്റി കാലിബർ കുറയുമ്പോഴാണ് ബാറ്ററി ഡീഗ്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാറ്ററി ലൈഫ് കുറയുന്നത്. അത്രേ ഉള്ളൂ. നമ്മൾ എത്രത്തോളം ചാർജ് ചെയ്യുന്നു അത്രത്തോളം ഈ പറഞ്ഞ ആനോഡിങ് അതുകൊണ്ടൊക്കെ കുറേ ചേഞ്ചസ് വരും. അതിൻ്റെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് പഴകി വരുമ്പോൾ ബാറ്ററി ലൈഫ് കുറയും. അതിന് പകരം സിലിക്കൺ കൊണ്ടുവരുമ്പോൾ ഈ പറഞ്ഞ ആനോഡിനും അതോടൊപ്പം കാഥോഡിനും കുറച്ച് ലൈഫ് കൂടുതൽ കിട്ടും. ഇത് അങ്ങോട്ടും ട്രാവൽ ചെയ്യണം ഈ പറഞ്ഞ ബാറ്ററി ഉള്ളിൽ. ഈ പറഞ്ഞ ബാറ്ററി ഉള്ളിൽ ചെറിയൊരു എന്താ പറയുക ഒരു ട്രാവലിംഗ് ഏജന്റ് ഉണ്ട്. അതിന് പകരം ആ ഒരു ഏജന്റിന് പകരമായിട്ടാണ് സിലിക്കൺ ആക്ട് ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ ഫ്ലോയും ബാക്കി കാര്യങ്ങളും എളുപ്പമായിരിക്കും. അതോടൊപ്പം തന്നെ ലൈഫ് സ്പാൻ കൂടുതൽ കിട്ടും. നമുക്ക് ബാറ്ററിയുടെ ലൈഫ് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ കുറേയധികം സ്റ്റഡീസ് ഇപ്പോൾ സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ബാറ്ററീസിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ iPhone 17 സീരീസിൽ ഈ പറഞ്ഞ സിലിക്കൺ ബേസ്ഡുള്ള ബാറ്ററി വരും. ഈ പറഞ്ഞ ബാറ്ററി പക്ഷെ നമുക്ക് 2200 mAh മാത്രമേ ഉണ്ടാവുള്ളൂ, 3000 mAh താഴത്ത്. അതാണ് iPhone 17 എയറിലെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഈ ബാറ്ററി കപ്പാസിറ്റിയും എൻഹാൻസ് ചെയ്യാൻ വേണ്ടി iOS 26 ഒരു അഡാപ്റ്റീവ് ബാറ്ററി എന്ന് പറഞ്ഞ ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട്. ഇതും അഡാപ്റ്റീവ് ബാറ്ററി അല്ലേ, ബാറ്ററി എൻഹാൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ iOS 26 വരുന്നുണ്ട്. ഇത് ഫോക്കസ് ചെയ്യുന്നത് iPhone 17 എയർ തന്നെയാണ്. കാരണം അത്രത്തോളം ഈ പറഞ്ഞ OS ഒപ്റ്റിമൈസ്ഡ് ആയി കഴിഞ്ഞാൽ ആപ്പും ബാക്കി കാര്യങ്ങളും ഒപ്റ്റിമൈസ്ഡ് ആവും. സോ ആപ്പ് ഒപ്റ്റിമൈസ്ഡ് ആകുമ്പോൾ ബാറ്ററി ജ്യൂസ് കൺസ്യൂം ചെയ്യില്ല. ബാറ്ററി ജ്യൂസ് കൺസ്യൂം ചെയ്യാതാവുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് എക്സ്റ്റെൻഡ് ആവും. അത് സിമ്പിൾ കോമൺ സെൻസ് ആണ്. അതിന് വലിയ നമ്മൾ റോക്കറ്റ് സയൻസ് പഠിക്കണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്, ഒപ്റ്റിമൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആപ്പ് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫോണിൽ നമ്മുടെ പ്രൊസസ്സർ അത്യാവശ്യം നല്ലതാണ് എന്നിങ്ങനെ പല ഫാക്ടേഴ്സ് വരുമ്പോൾ ബാറ്ററി ജ്യൂസും അത്യാവശ്യം കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആവുന്നത് കോമൺ തന്നെയാണ്. ഈ പറയുന്ന കാര്യത്തിൽ ഞാൻ ഇടയ്ക്ക് പറഞ്ഞ ഒരു കാര്യമാണ് പ്രൊസസ്സേഴ്സ് എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം പ്രൊസസ്സർ തന്നെയാണ്. കാരണം iPhone 17 എയറിൽ കുറച്ചധികം ആപ്പിൾ ഇൻഹൗസ്ഡ് ആയിട്ടുള്ള പ്രൊസസ്സേഴ്സ് വരും. അതായത് നമുക്കിപ്പോൾ അറിയാം പ്രോസസ്സിങ് അല്ലെങ്കിൽ ബയോണിക് എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആപ്പിളിൻ്റെ ഇൻഹൗസ് പ്രൊഡക്റ്റാണ്. M1, R1 ഇതെല്ലാം ആപ്പിളിൻ്റെ തന്നെ അല്ലെങ്കിൽ ആപ്പിൾ തന്നെ ചെയ്യുന്ന ഒരു ചിപ്പാണ്. ഈ പറഞ്ഞ 17 സീരീസിലേക്ക് വരുമ്പോൾ A19 അല്ലെങ്കിൽ ഈ പറയുന്ന ചിപ്സെറ്റിൻ്റെ ഒരു A സീരീസ് നമുക്ക് കിട്ടും. അതും അത്യാവശ്യം നല്ല രീതിക്ക് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്ചറിലായിരിക്കും ആപ്പിളിൻ്റെ ഈ പറഞ്ഞ iPhone 17 സീരീസിൽ വരാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ തന്നെ കസ്റ്റം ബിൽഡ് ചെയ്യുന്ന C1 അല്ലെങ്കിൽ C2 എന്ന് പറയുന്ന ഒരു വൈഫൈ മോഡത്തിൻ്റെ ചിപ്സെറ്റും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് ഓൾറെഡി iPhone 16 ആ ഒരു സാധനം ഉണ്ട്. അതേ സെയിം ചിപ്സെറ്റിൻ്റെ ഇംപ്രൂവ്ഡ് വെർഷൻ ആയിരിക്കും 17 എയറിൽ വരാൻ പോകുന്നത്. കാരണം ഇതെല്ലാം ആപ്പിൾ തന്നെ ബിൽഡ് ചെയ്യുമ്പോൾ ഇൻഹൗസ് ചിപ്പ് ആയതുകൊണ്ട് ആ ഒരു പ്രോസസ്സിങ്ങും ബാക്കി കാര്യങ്ങളും ഫ്ലോലെസ് ആയിട്ടായിരിക്കും നടക്കാൻ പോകുന്നത്. നമുക്കറിയാം M1 എന്ന പ്രൊസസ്സറിൻ്റെ പവർ എന്താണ്. ഇന്റലിൽ നിന്ന് M1ലേക്ക് പോയപ്പോൾ ഒരു മാസീവ് ജമ്പ് ഉണ്ടായി. R1, C1, A സീരീസ് ഇതെല്ലാം ആപ്പിളിലെ ചിപ്സെറ്റ് ആയതുകൊണ്ട് അവിടെ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവും, അവിടെ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. സോ ബാറ്ററിയും അങ്ങനെയും ആപ്പിളിന് സേവ് ചെയ്യാൻ പറ്റും. ഒരു പുതിയ വൈഫൈ മോഡം, ബ്ലൂടൂത്ത് മോഡം, അതേപോലെ സെല്ലർ കണക്ടിവിറ്റിയുള്ള കാര്യങ്ങൾ, പുതിയ പ്രൊസസ്സർ എന്നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആപ്പിൾ തന്നെ ഇൻഹൗസ് ആയിട്ടുള്ള പ്രൊസസ്സേഴ്സും ചിപ്സെറ്റും കൊണ്ടുവരും എന്നൊരു ലീക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇവിടെ ഒരു വണ്ടർഫുൾ ആയ അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ചേഞ്ച് നടക്കുന്നുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ iPhone 17 സീരീസിൽ മൊത്തമായിട്ട് ആപ്പിൾ ഈ പറയുന്ന 120 ഹെഡ്സ് കൊണ്ടുവരാൻ പോവുകയാണ്. ആ ഒരു 120 ഹെഡ്സിലും ഒരു കോൺട്രവേഴ്സ്യൽ ആയുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഒരു രണ്ട് വശം പറയുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന iPhone 17 സീരീസിൽ 17ഉം 17 എയറിലും 120 ഹെഡ്സ് വരും. പക്ഷേ അഡാപ്റ്റീവ് ആയുള്ള റിഫ്രഷ് റേറ്റ് ഉണ്ടാവില്ല. സംഭവം മനസ്സിലായോ? പ്രോ സീരീസ് അല്ലെങ്കിൽ പ്രൊമോഷൻ എന്ന് പറയുന്നത് 10 to 120 ഹെഡ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, എന്നൊന്ന് മാറും. പക്ഷേ iPhone 17 സീരീസിൽ നോൺ പ്രോയും എയർലിംഗ് വരുമ്പോൾ 10, 16 അല്ലെങ്കിൽ 60 to 120 ആ ഒരു ഫ്രെയിം റേറ്റ് ആയിരിക്കും വെക്കാൻ പോകുന്നത്. ഒരു സെലക്ഷൻ നമുക്ക് വരും. അഡാപ്റ്റീവ് പ്രൊമോഷൻ നമുക്ക് വരാനുള്ള ചാൻസ് ഇല്ല. കാരണം അതിനെ ആപ്പിൾ വിളിക്കുന്നത് പ്രൊമോഷൻ എന്നുള്ള പേരിലാണ്. പ്രോ ആയിട്ടുള്ള സാധനം ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. കൊണ്ടുവന്നാൽ നല്ലത്. പക്ഷേ ഈ ഒരു വാദവും കൂടെ ഇപ്പോൾ 17 സീരീസിലെ 120 ഹെഡ്സ് ഡിസ്പ്ലേയിൽ കേൾക്കുന്നുണ്ട്. അടുത്തൊരു കാര്യം AOD അഥവാ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ.
ഐഫോൺ 17 സീരീസിൽ കംപ്ലീറ്റ് ആയിട്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൊണ്ടുവരും എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ഓണാവും. അതേപോലെ തന്നെ നമുക്ക് മാക്സേഫിലോ ചാർജിങ്ങിലോ എവിടെയെങ്കിലും വെക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് നൈറ്റ് സ്റ്റാൻഡും ബാക്കി കാര്യങ്ങളും സെറ്റ് ചെയ്ത് ഫോൺ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ പേഴ്സണലി അത് യൂസ് ചെയ്യുന്നുണ്ട്. പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ് ആ ഒരു ഓപ്ഷൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു ഫീച്ചർ കൊണ്ടാണെങ്കിൽ എല്ലാവർക്കും ആ ഫീച്ചർ യൂസ് ചെയ്യാം. ഇപ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് അത് കെട്ടുപോണത്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ എപ്പോഴും കത്തിക്കിടക്കും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നല്ല എന്താ പറയുക ജസ്റ്റ് എ ഗ്ലാൻസിൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ടെങ്കിലും കാര്യങ്ങൾ ഡെസ്ക്ടോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഫോണിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അപ്ഡേറ്റഡ് ആവും. നമ്മൾ ലൈവ് ആക്ടിവിറ്റി അങ്ങനെ കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ആ ഒരു എന്താ പറയുക അഡീഷണൽ പ്ലസ് പോയിന്റും കൂടെ 17 സീരീസിലേക്ക് വരുന്നുണ്ട്. എസ്പെഷ്യലി എയറിൽ വരുന്നുണ്ട്. സോ ആ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും ബാക്കി കാര്യങ്ങളും 120 ഹെർട്സും ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും ആപ്പിളിൻ്റെ ഈ പറഞ്ഞ 17 എയറിൽ വരുന്നുണ്ട്. അടുത്തൊരു കാര്യം പ്രൈസിങ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഒരു ഡൗട്ടും വേണ്ട, പ്രൈസ് കൂടുതലായിരിക്കും. അത് രണ്ട് കാരണമുണ്ട്. ഒന്ന്, അമേരിക്കയിൽ ഇപ്പോൾ ആ ഒരു ട്രംപ് അണ്ണൻ താരിഫ് കൂട്ടിയിട്ടുണ്ട്. താരിഫ് കൂട്ടിയപ്പോൾ തന്നെ എല്ലാത്തിനും പ്രൈസ് ഹൈക്കായിട്ടുണ്ട്. എല്ലാത്തിനും ഇപ്പോൾ വരാൻ പോകുന്ന 17 സീരീസിന് വരെ $50 വരെ മിനിമം കൂടും എന്നൊരു റിപ്പോർട്ടുണ്ട്. $50 കൂടുമ്പോൾ തന്നെ 85 രൂപയുടെ അടുത്ത് വരും. അപ്പോൾ 17 എയർ വരുമ്പോൾ ഏകദേശം നിയർ ബൈ ആയിട്ട് $1,00,000 അടുത്ത് വരെ പ്രതീക്ഷിക്കാം. ഫോർ ഷുവർ ആ ഒരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ പ്രൈസ് നമ്മൾ ഇത്രയും നാൾ കണ്ട 79,990 ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കില്ല. അത്യാവശ്യം നല്ലൊരു പ്രൈസ് ചേഞ്ച് എല്ലാ ഐഫോൺ 17 സീരീസിനും ഉണ്ടാവും. ബിക്കോസ് ഈ പറഞ്ഞ താരിഫും പ്രൊഡക്റ്റുകളുടെ മാറ്റവും ആ ഒരു റേഞ്ചും അനുസരിച്ച് ആപ്പിൾ പ്രൈസ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം നല്ല കൂടുതലാണ്. ഇത്രയധികം കാരണമാണ് ഇപ്പോൾ ആപ്പിളിൻ്റെ ഐഫോൺ 17 എയറിനെ പറ്റി നമുക്ക് കിട്ടിയ ലീക്ക്. ഇനിയും കുറേയധികം ലീക്സും റൂമേഴ്സും വരുന്നുണ്ട്. നിങ്ങൾക്ക് കറക്റ്റായിട്ടും റെഗുലറായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ് സബ്സ്ക്രൈബ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് അത് ഏറ്റവും വലിയൊരു ഹെൽപ്പ് തന്നെയാണ്. നിങ്ങളാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതിൽ ഒരു മടിയില്ല. അതൊരു മാറ്റി വെക്കാൻ പറ്റിയ കാര്യമില്ല. നിങ്ങൾ തന്നെയാണ് നമ്മുടെ സ്ട്രെങ്ത് അല്ലേ? അതെ. സോ എന്തായാലും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ റെഗുലറായിട്ട് റീൽസും ബാക്കി കാര്യങ്ങളും ഈ പറഞ്ഞ സ്റ്റോറീസൊക്കെ ഇട്ട് നിങ്ങൾക്ക് അപ്ഡേഷൻ കിട്ടും. സോ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഈസ് ബിൻ സേവിയ സൈനിങ് ഫ്രം എവിക്ക.